സക്സസ് ഈസ് എ റെസ്പോൺസിബിലിറ്റി. വിജയം ഒരു ഉത്തരവാദിത്വമാണ്. ജീവിതത്തിൽ നമ്മളെല്ലാവരും ഒരു വിജയം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ച വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതിന് തെറ്റില്ല. ദൈവം പോലും ഉന്നതമായ ചിന്തകൾ നമ്മളിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ ഒരിക്കലും ഇത് സ്വാർത്ഥതയ്ക്ക് വേണ്ടി ആകരുത്. ഞാനെന്നുള്ള ഭാവം മാറി ഞാൻ അച്ചീവ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ നേടിയെടുക്കുന്ന വിജയം എൻ്റെ ഒരു ഉത്തരവാദിത്വമായിട്ട് ഞാൻ എടുക്കുകയാണ്. അതായത് നമ്മൾ പഠിക്കാൻ വിടുന്നുണ്ട്, ക്ലാസ്സിൽ ഫസ്റ്റ് ആകണം, ഏറ്റവും ഉന്നതമായ മാർക്ക് വാങ്ങിക്കണം. അത് കുഞ്ഞുങ്ങളുടെ ഒരു ഉത്തരവാദിത്വമാണ്. അതല്ല അപ്പനും അമ്മയും കാശുണ്ടാക്കിയിട്ടുണ്ട്, ഞാനവിടെ പോയി ചുമ്മാതിരിക്കുക, വെറുതെ സമയം, അവിടെ ഉത്തരവാദിത്വം ഇല്ല. അപ്പം നമ്മൾക്കൊരു റെസ്പോൺസിബിൾ ക്യാരക്ടർ ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണം, നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ തുടങ്ങുന്ന ഒരു കാര്യം പൂർത്തിയാക്കാനുള്ള കൃപ ചോദിച്ചു വാങ്ങിക്കണം. ഇത് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പം ഒത്തിരി നമ്മളെ അറിയാത്തതായ താലന്തുകളും കഴിവുകളും നമ്മളിലുണ്ട്. അതൊന്ന് ഉയർത്തിയെടുക്കാൻ, ഏതിലാണ് നമ്മൾ എക്സൽ ചെയ്യുന്നതെന്ന് കണ്ടുപിടിക്കാനും സമയമെടുക്കും. പക്ഷെ ഒരു കുഞ്ഞിൻ്റെ താലന്ത് അല്ലെങ്കിൽ എൻ്റെ വ്യക്തിയുടെ താലന്ത് എന്തെന്ന് മനസ്സിലാക്കിയാൽ രാത്രിയും പകലും അതിനുവേണ്ടി നമ്മൾ പ്രയത്നിച്ച് അത് ഉന്നത പദവി കൊണ്ടുവരുമ്പോൾ ദൈവം വിജയം തരും. പക്ഷെ ആ വിജയം തരുമ്പോൾ അത് അഹങ്കാരത്തിനായി മാറാതെ അതെൻ്റെ ഒരു ഉത്തരവാദിത്വം, ഞാൻ ഉയർന്നതുപോലെ, ഞാൻ മുകളിൽ ദൈവത്തിൻ്റെ ഒരു നക്ഷത്രം പോലെ ദൈവം എന്നെ ഉയർത്തിയെങ്കിൽ ഞാനൊരു വിളക്കായിട്ട് മറ്റുള്ളവർക്ക് നിൽക്കണം, അത് നന്മയായിട്ട് മാറണം എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കണം. അതല്ലെങ്കിൽ അത് നിലനിൽക്കത്തില്ല. നല്ല ഒത്തിരി പണം വേണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാവരും ഉണ്ട്. പക്ഷേ പണമല്ല പ്രോബ്ലം. മണി ഈസ് മോർ ഇമ്മോറൽ. അതിനകത്ത് യാതൊരു വ്യക്തിത്വവും പണത്തിനില്ല. പക്ഷെ പണം ഒരു വ്യക്തിയിൽ കിട്ടുമ്പോൾ ആ വ്യക്തിയിലുള്ള സ്വഭാവമാണ് ആ പണത്തിനെ ശരിയായിട്ടോ അഴുക്കായിട്ടോ ഉപയോഗിക്കുന്നത്. ഒരു നല്ലവൻ്റെ കയ്യിൽ, നല്ല മനുഷ്യൻ്റെ കയ്യിൽ പണം കിട്ടിയാൽ അത് സമൂഹത്തിന് നന്മയായി മാറും. ഒരു ദുഷ്ടൻ്റെ കയ്യിൽ അത് കിട്ടുന്നെങ്കിൽ അവൻ ദുഷ്ടതയ്ക്ക് അത് ഉപയോഗിക്കും. അപ്പം പണത്തിനല്ല പ്രോബ്ലം, വ്യക്തിത്വത്തിനാണ് പ്രശ്നം. വ്യക്തിത്വം ശരിയല്ല എങ്കിൽ, ഫൗണ്ടേഷൻ ശരിയല്ല എങ്കിൽ എന്നാ വിജയം കിട്ടിയിട്ടും പ്രയോജനമില്ല. അതൊരു മൊമെൻ്ററി ആയിട്ട് പെട്ടെന്നുള്ള ഒരു വിജയത്തിന് വേണ്ടി നമ്മൾ കിടന്ന് പ്രയത്നിക്കുകയാണ്. എന്തിനാണ് അങ്ങനെ പ്രയത്നിച്ചത്? അതായത് നമ്മൾ വീടെല്ലാം പണിത് വെച്ചിട്ട് മണലിൻ്റെ മേളിൽ വീട് പണിതതുപോലെ കാറ്റും കോളും വന്നപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് അത് ഇടിഞ്ഞ് വീണ് പിന്നെ അത് കാണുന്നില്ല, പിന്നെ അവിടെ അതിനെ കാണുന്നില്ല എന്ന് വേദപുസ്തകം പറയുന്നു. അപ്പം നമ്മൾ ഈ ഉത്തരവാദിത്വം എടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സക്സസ് ഈസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ. വൺസ് യുവർ ഇൻഫ്ലുവൻസ് ബിഗിൻ to expand, people begin to listen. Consistency is more important. Other people are watching. അതായത് നമ്മളൊരു ഉന്നത പദവിയിലോട്ട് കയറുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സത്യം, മറ്റുള്ളവർ നമ്മളെ വാച്ച് ചെയ്യാൻ തുടങ്ങുന്നു. അതായത് മറ്റുള്ളവർ നമ്മളെ നോക്കുകയാണ്, നമ്മളെ ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നാണ് നോക്കുന്നത്. ചിലർ ജലസി കൊണ്ട് നോക്കും, അത് വേറെ കാര്യം. പക്ഷേ പലരും, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു റോൾ മോഡൽ മുൻപിൽ വന്ന് നിൽക്കുന്നത് അവർക്കൊരു സന്തോഷമാണ്. എന്ന വ്യക്തിയെ നോക്കിയാൽ ആ വ്യക്തി പോലെ ആയി തീരണം, ആ വ്യക്തിയുടെ സ്വഭാവത്തിലുള്ളത് ആ ക്യാരക്ടർ എനിക്കും വേണം, അവരെങ്ങനെയാണ് അത് പെരുമാറുന്നത്, ഇതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യും. ഒരു കൂട്ടത്തിൽ ഇരിക്കുമ്പോൾ മുൻപിലായിട്ട് നിൽക്കുന്നവരുടെ വ്യക്തിത്വം എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. പക്ഷെ നമ്മൾ അത് ഫോളോ ചെയ്യുന്നുണ്ടെന്നും മറ്റുള്ളവർ നമ്മളെ അനുകരിക്കാൻ തയ്യാറാണ് എന്ന് മനസ്സിലാക്കുമ്പം we have to be extremely careful. വളരെ ശ്രദ്ധയോടുകൂടി, അതായത് ട്രാൻസ്പെറൻസി എന്ന് പറയും. ക്രിസ്തുവിൻ്റെ അതേ മുഖച്ഛായയായിട്ട് നമ്മൾ മാറുന്നില്ല എങ്കിൽ we fail in many things. അത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ എൻ്റെ അടുക്കൽ വന്ന് സംസാരിച്ച്, മാഡം അല്ലേ ടെലിവിഷനകത്ത് പറയാറുള്ള വ്യക്തിയെന്ന് എന്നോട് ചോദിച്ചപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നോക്കി, എനിക്കറിയത്തില്ല. പക്ഷെ ആ മനുഷ്യൻ്റെ വിനയം, അതെങ്ങനെ വി ക്യാൻ റിയലി സീ ദ ഹ്യൂമിലിറ്റി ഓഫ് ദാറ്റ് പേഴ്സൺ. അപ്പം ഞാൻ പറഞ്ഞു, എന്തൊരു വിനയമാണ് ആ മനുഷ്യനുള്ളത്. ദാറ്റ് ഈസ് ഓൾ ഐ ഒബ്സർവ്ഡ്. ഞാനത് മാത്രമേ ഒബ്സർവ് ചെയ്തുള്ളൂ. അപ്പം ഞാനത് ചോദിച്ചാൽ ആ വിനയം എങ്ങനെ, ഒരാളിലുള്ള നന്മ ഞാൻ കണ്ടുപിടിച്ചത് അയാളുടെ നല്ല സ്വഭാവമാണ്. അയാൾ എന്നോട് എന്ത് ചോദിച്ചു എന്നുള്ളതല്ല, ആ മനുഷ്യൻ്റെ അപ്രോച്ചും വിനയവും, ആ ഒരു ഹൃദയത്തിലെ വിശുദ്ധി നമ്മളറിയാതെ മറ്റുള്ളവർക്കത് കാണാൻ സാധിക്കും. പറയണമെന്നില്ല, ബട്ട് വി വിൽ ഒബ്സർവ് ഇറ്റ്. അപ്പോൾ മുൻപിൽ നിൽക്കുന്ന വ്യക്തിക്ക് കൂടുതൽ റെസ്പോൺസിബിലിറ്റി. അപ്പം നമ്മൾ കൂടുതലായിട്ട് റിഫൈൻ ചെയ്യണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി പറയണം. പലരും ഈ മുൻപിൽ നിൽക്കുന്നവർ മറ്റുള്ളവരുടെ പുറകിൽ മാറി നിന്ന് വേറെ പറയുകയും നേരെ കാണുമ്പം തിരിച്ചു പറയുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട്. അതൊന്നും
ഒരിക്കലും ദൈവത്തിന് ചേർന്നതല്ല. ദൈവം പറയുന്നു എസ് എന്ന് പറഞ്ഞാൽ എസ്, ഉവ്വ് എന്ന് പറഞ്ഞാൽ ഉവ്വ്. അല്ലെങ്കിൽ ദൈവം ഒരു കാര്യം എസ് എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ വേറൊരു ചോദ്യം ഇല്ല എന്ന് പറഞ്ഞതുപോലെ നമ്മളൊരു കാര്യം അത് ചെയ്യാം എന്ന് പറഞ്ഞാൽ അത് ചെയ്യാം. അതല്ല പ്രയാസം, ഞാനൊന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെ എന്ന് പറയാമല്ലോ. ഞാനൊന്ന് പലപ്പോഴും നമുക്ക് ചെയ്യാൻ വയ്യാത്ത കാര്യങ്ങൾ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് നോക്കട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് ചിലപ്പോൾ ഉപദേശം പറഞ്ഞ് ഞാൻ പറഞ്ഞുതരാം, അത്രയും മതിയായിരിക്കും. സംബഡി ഈസ് ഹിയറിങ് ഇറ്റ്. അപ്പം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ നമ്മൾ ആക്ച്വലി ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ദ പവർ ഓഫ് സ്റ്റേയിങ് ഇൻ എ പ്രോസസ്സ്, അതായത് പെട്ടെന്നുള്ള വിജയത്തിന് വേണ്ടിയല്ല, ഒരു കാര്യം ബന്ധപ്പെട്ട് വിശ്വസ്തയോടെ അതിൻ്റെ പ്രയാസ സമയത്തിലും അതിൽ ഉറച്ചു നിന്ന് മുൻപോട്ട് പോകാൻ കഴിവുണ്ട് എങ്കിൽ ദാറ്റ് ഷോസ് ദാറ്റ് ആ വ്യക്തിക്ക് അതിനകത്ത് റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അവൻ ഉത്തരവാദിത്വമുള്ള വ്യക്തി. അപ്പം ഈ ഉത്തരവാദിത്വം എടുക്കുന്ന വ്യക്തികൾക്ക് മുൻപിൽ നിൽക്കുന്നവർക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ വരും. പക്ഷെ അതുകൊണ്ട് നമ്മൾ മാറരുത്. കാരണം വി ആർ റെസ്പോൺസിബിൾ ടു ഗോഡ്, ദൈവത്തിന് വേണ്ടി. അപ്പം സക്സസ് ഈസ് എ റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ഈസ് ഷേപ്പിംഗ് യുവർ ലൈഫ് ആൻഡ് അതേഴ്സ് ടു. അതായത് നമുക്കൊരു കൺവിക്ഷൻ ഉണ്ട്. ആ ഒരു കൺവിക്ഷനിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ നന്മയ്ക്ക് വേണ്ടി, നന്മയാകുന്ന ദൈവത്തിന് വേണ്ടി ഞാൻ നിൽക്കുന്ന വ്യക്തിയാണ്. മറ്റുള്ളവരെന്നെ പറഞ്ഞാലും ഞാൻ ക്രിസ്തുവാകുന്ന പാറയിൽ ഒളിച്ച് നിൽക്കുന്ന വ്യക്തിയാണ്. ആ ഒരു ബോധം. ഇത് പറയുമ്പം ഈ പറയുന്ന പ്രോസസ്സിൻ്റെ ചലഞ്ച് ഉടനെ വരും. നമ്മൾ എന്ത് പറയുന്നു അതിനൊരു ടെസ്റ്റ് വരുമല്ലോ. അപ്പോൾ ഈ ഓരോന്ന് പറയുമ്പോഴും എങ്ങനെയാണ് നിലനിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് മാത്രമാണ്. അവിടെയാണ് വിനയം വരുന്നത്. ഈ മറ്റുള്ളവരുടെ മുമ്പിൽ താഴ്ന്നു കിടന്ന് കൈയും കൂപ്പി നിൽക്കുന്നതൊക്കെ പ്രോസസ്സാണ്. പക്ഷെ ഹൃദയത്തിലെ വിനയം ദൈവം കാണുന്നുണ്ട്. നമ്മൾ ദൈവത്തോട് ചോദിക്കുക പോകുമ്പോഴും വരുമ്പോഴും ഒക്കെ, കർത്താവേ ഞാനൊരു കാര്യം ഏറ്റെടുക്കാൻ പോവുകയാണ്, ആർ യു വിത്ത് മീ, വിൽ യു കം വിത്ത് മീ. അവൻ എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ടോ? അത് നമ്മൾ ചോദിച്ചാൽ ദൈവം ഉടനെ അത് പറയും, പൊക്കോ ഞാൻ കൂടെയുണ്ട്. മോശ ചോദിച്ചില്ലേ, മോശയോട് ദൈവം തമ്പുരാൻ ഇസ്രായേൽ ജനത മിസ്രൈമിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞു വിടണം. മോശ ആദ്യം പറഞ്ഞു ഞാൻ പോകത്തില്ല. അവസാനം പോകാൻ സമ്മതിക്കുമ്പോൾ ഒരു ഈ ഉറപ്പാട് 33 ആകുമ്പം മോശ ദൈവത്തോട് പറയുന്നുണ്ട്, ഞാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഇല്ല, ഞാൻ പോകണമെങ്കിൽ നീ എൻ്റെ കൂടെ വരണം. അവിടെയാണ് എന്നാൽ ചെയ്യാൻ വയ്യാത്തതായൊരു വലിയ ജോലി, റെസ്പോൺസിബിലിറ്റി. ആ വലിയതായിട്ടുള്ളൊരു ജോലി ഞാൻ ചെയ്യാൻ പോകുമ്പം എന്നെക്കൊണ്ടത് സാധിക്കത്തില്ല. കർത്താവ് പറയുന്നുണ്ട്, ദൈവം പറയുന്നു ഞാൻ അന്ന് എൻ്റെ ദൂതനെ അയക്കുന്നു. മോശം പറഞ്ഞു നോ, ദൂതനെ അയച്ചാലൊന്നും കാര്യം ശരിയാകത്തില്ല, യു ഹാവ് ടു കം വിത്ത് മീ. അങ്ങനെ ദൈവം തമ്പുരാൻ തന്നെയാണ് ഇസ്രായേൽ ജനത മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത്. കാരണം മോശ ഒരു വ്യക്തിയായിട്ട് നിൽക്കുന്നുവെങ്കിലും ദൈവപ്രവർത്തനം ആ വ്യക്തിയിൽ കൂടെ നടന്നു. ആ ഒരു വലിയ ചുമതല ഏറ്റെടുപ്പിക്കാൻ മോശയെ ദൈവം കണ്ടു. കാരണം ഹി ഹാസ് എ സ്റ്റഡി ഡിപ്പെൻഡൻസി ഓൺ ഗോഡ്. ദൈവത്തെ അധികമായിട്ട് ആശ്രയിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ടാണ്. അതാണ് ദൈവം നമ്മളിലും ആഗ്രഹിക്കുന്നത്. ആർ യു റിയലി കമ്മിറ്റഡ് ടു ഗോഡ്? കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് നമ്മളൊരു ദൈവത്തോട് ഉറച്ചു നിൽക്കുന്ന. അപ്പോൾ ഈ കമ്മിറ്റ്മെൻ്റ് ഉണ്ടെങ്കിലേ കോൺഫിഡൻസ് വരത്തുള്ളൂ. ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിത്തിരിച്ച വ്യക്തിയാണ്. നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പം നമ്മൾ ദ ഡെയിലി ആക്ഷൻസ്, എൻ്റെ ദിനംപ്രതിയുള്ള എൻ്റെ പ്രവർത്തനം, ഇറ്റ് ഈസ് റൈറ്റിംഗ് മൈ ഫ്യൂച്ചർ അല്ലേ? അന്നുള്ള എൻ്റെ ജോലി എൻ്റെ ഭാവിയെ എഴുതുകയാണ്. ഇന്ന് ഞാനൊരു കാര്യം നല്ലതായിട്ട് ചെയ്യുന്നു എങ്കിൽ അത് അടുത്ത സ്റ്റെപ്പിൻ്റെ ഒരു ബലമാണ് കാല് വെക്കുന്നത്. അതിനാണ് ജേക്കബ്സ് ലാഡർ എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ ചെയ്ത കാര്യം ശരിയായിട്ട് ചെയ്തെങ്കിൽ ഈ ലാഡറിൽ നിന്ന് മുകളിലോട്ട് എനിക്ക് കയറാൻ സാധിക്കും. ആർ യു ഡൂയിങ് ഇറ്റ്? ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഉറപ്പോടെ നിന്ന് മുൻപോട്ട് പോകാൻ ദൈവം നമ്മളെ വിളിച്ചു മാറ്റിയിരിക്കുന്ന വ്യക്തികളാണ്. അപ്പോൾ കർത്താവ് പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത്, വൺസ് എ പേഴ്സൺ ബിക്കം കൺസിസ്റ്റൻറ്റ്, ഫിയർ ലൂസസ് ഇറ്റ്സ് കൺട്രോൾ, ഡൗട്ട്സ് റിമൂവ്ഡ്. അതായത് നമ്മൾക്ക് ദൈവത്തിൽ അതായത് ഉറച്ചു നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ ഇതെൻ്റെ ഉത്തരവാദിത്വമെന്ന് മനസ്സിലാക്കുമ്പോൾ ഭയം മാറിപ്പോകും, എനിക്ക് സംശയങ്ങൾ മാറിപ്പോകും. യു ബിഗിൻ ടു ട്രസ്റ്റ് യുവർസെൽഫ്. അത് എനിക്ക് ചെയ്യാൻ സാധിക്കും, ഞാനത് ചെയ്തെടുക്കും. ദൈവമാണ് ചെയ്യിപ്പിക്കുന്നത്, പക്ഷെ നമ്മളിൽ കൂടെ അത് പ്രവർത്തിപ്പിക്കുമെന്നും. ദെൻ പ്രോഗ്രസ് ബിക്കംസ് ഇന്നെവിറ്റബിൾ. അപ്പം നമ്മൾ എനിക്കത് ചെയ്യാൻ സാധിക്കും, ഞാനല്ലാതെ അത് ആരും ചെയ്യത്തില്ല, ഞാനത് ചെയ്തേ പറ്റൂ എന്നുള്ള വരുമ്പം അതിനുള്ള സഹായം ദൈവം അയപ്പിച്ചു. യു ബിലീവ് യു ക്യാൻ ഡു മോർ തിങ്സ് ദാൻ യു ഈവൻ തിങ്ക്. അപ്പം ബിഗിൻ ഡൂയിങ് ഓർഡിനറി തിങ്സ് വിത്ത് എക്സ്ട്രാ ഓർഡിനറി
എബിലിറ്റി. അതായത് സാധാരണ കാര്യങ്ങൾ അമിതമായ ദൈവശക്തിയോടുകൂടെ ചെയ്യാൻ പഠിക്കുകയാണ്. ഞാൻ ഒരു ഡോക്ടറിനോട് സംസാരിച്ച വലിയൊരു നമുക്ക് പേര് കേട്ട ഒരു ഡോക്ടറാണ്, അദ്ദേഹം ഒരു സർജനാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അസുഖം വന്നപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇനി ജോലിക്ക് പോകുന്നുണ്ടോ, ആഗ്രഹിക്കുന്നു, അതോ വീട്ടിൽ റെസ്റ്റ് എടുക്കുകയാണോ ചോദിച്ചു. തിരിച്ചൊരു ഉത്തരം എന്നോട് പറഞ്ഞത്, ഞാൻ പോയില്ലെങ്കിൽ പലരുടെയും ജോലി നഷ്ടപ്പെടും, അതുകൊണ്ട് ഞാൻ പോകുമെന്ന്. സി ദ റെസ്പോൺസിബിലിറ്റി. അതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കാം. എനിക്ക് ആരോഗ്യമില്ല, എനിക്ക് വയ്യ, എനിക്ക് സുഖമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും മാറി നിൽക്കും. വി ഡോണ്ട് ഫൈൻഡ് ഫോൾട്ട് ഇൻ ഇറ്റ്. പക്ഷേ ദി അഡീഷണൽ വേറൊരു ഹയർ റെസ്പോൺസിബിലിറ്റിയാണ് പറയുന്നത്. ഞാൻ പോയില്ല എങ്കിൽ പല ഡോക്ടേഴ്സിൻ്റെ, കാരണം അത്രയും ഭംഗിയായിട്ട് ചില കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ അദ്ദേഹത്തിനെ അറിയത്തുള്ളൂ. അപ്പം ഞാൻ പോയില്ല എങ്കിൽ ബാക്കി പല ഡോക്ടേഴ്സിനും ജോലിക്ക് പ്രശ്നം വരും, അതിനാൽ ഞാൻ പോകുമെന്ന്. അതൊക്കെ കേൾക്കുമ്പോൾ ദൈവത്വത്തെ അല്ലേ നമ്മൾ കാണുന്നത്? ആർ വി നോട്ട്? We are not judging others. We are seeing the success and the responsibility combined together. But success is a responsibility. നമുക്ക് പ്രാർത്ഥിക്കാം. അന്നുള്ള കാര്യങ്ങൾ നിൻ്റെ മഹത്വത്തോടെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് ചെയ്തെടുക്കാൻ ഒരു പ്രത്യേക കൃപ ചോദിക്കുക. അന്നുള്ള ജോലി അത് മനോഹരമായിട്ട് ചെയ്യാൻ ഇപ്പോഴും അറിഞ്ഞുകൂടാ. രാവിലെ എഴുന്നേൽക്കുന്നു, രാവിലെ തൊട്ട് കഴിഞ്ഞിട്ട് വൈകിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം എല്ലാം കഴിച്ച് കഴിഞ്ഞ് ജോലിക്ക് പോകുന്നു, അവിടെ പോയിട്ട് ജോലി തീർത്ത് എങ്ങനെയെങ്കിലും തിരിച്ചു വരുന്നു. പിന്നെ ഭവനത്തിൽ ഓരോ ജോലി ചെയ്യുമ്പോഴും ഇതൊന്ന് തീർന്ന് കിട്ടിയാൽ മതി എന്നുള്ള ആറ്റിറ്റ്യൂഡാണോ? അതോ അല്ല, ഞാൻ ഇന്നിത് ചെയ്യാൻ പോകുന്നത് ഞാൻ മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ, ഞാൻ എൻ്റെ ജോലി വിശ്വസ്തയോടെ ചെയ്യുമ്പം ഉറപ്പായിട്ട് മുൻപോട്ട് ഞാൻ പോകുമ്പം വിജയം നിശ്ചയമാണ് എന്ന് പറയാനുള്ള കൃപയാണ് ഞാൻ. അത് പല പ്രാവശ്യം ഒരേ കാര്യങ്ങൾ നല്ലതായിട്ട് ചെയ്തത് വീണ്ടും 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 പല പ്രാവശ്യം ചെയ്ത് കഴിയുമ്പം കർത്താവെ അതിൽ ബലം തരും. പ്രാർത്ഥനയിലും അങ്ങനെ തന്നെയാണ്. പല പ്രാവശ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരേ വിഷയം കൊണ്ട് വെച്ച് കഴിയുമ്പം കർത്താവിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കും. ബി സ്റ്റിൽ ആൻഡ് നോ ദാറ്റ് ഐ ആം ഗോഡ്. ദൈവസന്നിധിയിൽ ചെന്നിരുന്ന് കഴിയുമ്പം മിണ്ടാതെ പിന്നെ ഇരിക്കുമ്പം ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാൻ തുടങ്ങിയാൽ അവൻ്റെ ഒരു വാക്ക്, ഒറ്റ വാക്ക് അവനിൽ നിന്ന് കിട്ടിക്കഴിയുമ്പം അന്നേ ദിവസത്തേക്കുള്ള ബലമാകും. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ലല്ലോ കർത്താവ്. ഞങ്ങൾക്ക് നീ വിജയം തന്നിരിക്കുന്നതാണ്. ആ വിജയത്തിൻ്റെ പദവി അലങ്കരിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ നീ കൃപയിൽ നിർത്തണമേ. അതിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പം ഇത് തലമുറയായിട്ട് പാസ് ചെയ്യുന്ന ഒരു അനുഗ്രഹം. കർത്താവെ, മുള്ളും പറക്കാരെ എടുത്തു കളഞ്ഞ് വഴി നിരപ്പാക്കുകയാണ്. അനേക മക്കൾക്ക് ഇത് വഴി നിരപ്പാക്കുന്നതാക്കി മാറ്റണം. എൻ്റെ ദൈവം ഒരിക്കലും എന്നെ വിട്ടേച്ചു പോവുകയില്ല. കർത്താവിൻ്റെ ആത്മാവ്, ഐ വിൽ നെവർ ലീവ് യു നോർ forsake you. I am the same yesterday, today and forever. എന്നേക്കും ഞാൻ അനന്യനാണെന്ന് പറയുന്ന ദൈവശബ്ദം കടന്നു വരുന്നതിന് നന്ദിയോടെ സ്തോത്രം. താവേ, പ്രാർത്ഥന കേട്ട് ഞങ്ങളെയും തലമുറയെ അനുഗ്രഹിച്ചതിന് നന്ദി. കൃപയോടെ ഞങ്ങളുടെ കൂടെ നിന്ന് ഉത്തരം തരുന്നതിന് നന്ദി പറയുന്നു. നിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ തലമുറകളുടെ മേൽ നിൽക്കുന്നതിന് ഞങ്ങളെ ഇന്നുവരെയും നടത്തിയ ആ വിശ്വസ്തത, നിൻ്റെ വിശ്വസ്തത തലമുറയായിട്ട് നീ പാസ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. അതിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഉത്തരം തരുന്നതെല്ലാം യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിലാകയാൽ വന്ദനം ചൊല്ലുന്നു. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.